ഇന്ന് തിരുസഭ ഉയർത്തെഴുന്നേറ്റതായ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്ന ദിവസമാണല്ലോ. മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് എന്നുള്ളതായ വലിയ സത്യം യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തിലൂടെ വീണ്ടും നാം ഓർക്കുന്ന ഒരു സന്ദർഭമാണ്. മരണകരമായ ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, വീണുപോകുന്നതായ അവസ്ഥകൾ, അന്ധകാരം നിറഞ്ഞതായ ജീവിത സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ഉയർപ്പ് സാധ്യമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇവിടെ മനുഷ്യത്വം ഹനിക്കപ്പെടുന്നുവോ, നാശത്തിലേക്ക് നയിക്കപ്പെടുന്നുവോ, ആ മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പ്, മനുഷ്യനെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നതായ ദൈവത്തിൻ്റെ ഇടപെടൽ, പുതിയ ജീവൻ നൽകി മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ പ്രവർത്തനം, ഇത് ഇന്നും ലോകത്തിൽ നടക്കുന്നു. ദൈവം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ളതായ വിശ്വാസവും, ആ ദൈവത്താൽ ജീവൻ്റെ സമൃദ്ധമായ അനുഭവം സാധ്യമാണ് എന്നുള്ള ബോധവും, ഇത് കാത്തുസൂക്ഷിപ്പാൻ ഏവർക്കും ഇടയായിത്തീരണം. സർവ മനുഷ്യരും ഈ ജീവൻ്റെ സ്രോതസ്സായ ദൈവത്തെ മനസ്സിലാക്കി, ജീവിപ്പിക്കുന്നതായ ദൈവം എന്നും എന്നെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കി, ദൈവവുമായുള്ള ബന്ധത്തിൽ അനുഗ്രഹ ജീവിതം നയിപ്പാൻ സർവ സൃഷ്ടികളോടും ഒരുമിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ നന്മ ലാക്കാക്കി ദൈവഹിതപ്രകാരം ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഈ ഉയർപ്പ് പെരുന്നാൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഏവർക്കും അനുഗ്രഹകരമായ ഈസ്റ്റർ ഈ സമയത്ത് നേരുന്നു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിച്ച മശിഹാ തമ്പുരാന്റെ സ്നേഹം സർവ്വ മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ വർണ്ണിപ്പിക്കുന്നതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. നിങ്ങൾക്കേവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഹിസ് വോയ്സ് സമർപ്പിക്കുന്നു ഈ മനോഹര ഗാനം, രക്ഷിതാവിനെ കാണുക ബാബി.
മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ അതിഭയങ്കരതയെ രക്ഷിതാവായ ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ കുരിശുമരണത്തിലൂടെ അഭിമുഖീകരിച്ചു. പാപത്തിൽ ജീവിക്കുന്നവരെ സ്നേഹിക്കുകയും പാപികളുടെ തിരിച്ചുവരവിനായി വളരെ തീഷ്ണതയോടെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിങ്കിലേക്ക് ഉള്ളം തുറന്ന് നമ്മെ തന്നെത്താൻ താഴ്ത്തിയേൽപ്പിക്കാം. മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനമായ ദൈവത്വത്തെ നിഷേധിച്ചതിൻ്റെ ഫലമായി മനുഷ്യത്വം വികലമായ മനുഷ്യനെ സുഹൃതത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്വന്തം ജീവനെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചു. നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് മനസ്സിലാക്കിയ ക്രിസ്തു സ്വർഗസന്തോഷം മുറുകെ പിടിക്കാതെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട മനുഷ്യന് അത് വീണ്ടും ലഭിക്കുന്നതിനായി തന്നെത്താൻ വെറുമയാക്കി കുരിശിലെ മരണത്തെ സ്വാഗതം ചെയ്തു. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്മസ്. അതുപോലെ ഏറ്റവും ആനന്ദവും സന്തോഷവും നിറഞ്ഞ മറ്റൊരു വാർത്തയാണ് ലോകത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടി യേശുക്രിസ്തു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റു. നിത്യജീവിതത്തിലേക്ക് എല്ലാ മനുഷ്യരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഉത്ഥാനത്തിൻ്റെ സന്തോഷമാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ ലോകം മുഴുവനും ആഘോഷിക്കാനും ആനന്ദിക്കാനും അനുഭവിക്കാനും പോകുന്നത്. യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്ന മനുഷ്യന് പ്രത്യാശ നൽകുന്ന ഒരു സുദിനമാണ് ഈസ്റ്റർ. നാനാജാതി മതസ്ഥർക്ക്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ജനിച്ചത്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ജീവിച്ചത്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. പാപികൾക്കും രോഗികൾക്കും ഈ ലോകം വെറുക്കുന്നവരും തെറ്റുകാരനെന്നും കുറ്റക്കാരനെന്നും കുരിശിൽ തറയ്ക്കാൻ പോലും യോഗ്യതയുള്ള നല്ല കള്ളന് പോലും സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്ന വലിയ സുവിശേഷമാണ് പ്രിയമുള്ളവരെ. ഇത് പറയാനുള്ളതല്ല, ഇത് ഞാനും നിങ്ങളും ആയിത്തീരാനുള്ളതാണ്. മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നല്ല സുവിശേഷമായി ഈ ഉത്ഥാനത്തിൻ്റെ ദിവസം നമുക്ക് കടന്നു ചെല്ലാൻ കഴിയട്ടെ. നമ്മളെല്ലാം ചെറിയ മനുഷ്യരാണ്, നമ്മളൊന്നും വലിയ മനുഷ്യരൊന്നല്ല, ചെറിയ മനുഷ്യരാണ്. നമ്മെ വലുതാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം കത്തുജ്വലിക്കുന്നൊരു ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മളെല്ലാം പാപികളാണ്. പാപികളായി നമുക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെന്നും യേശു ക്രിസ്തു പീഡകളെ അതിജീവിച്ച് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതും അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മരണക്കിടക്കയിൽ പോലും അവൻ സ്വപ്നം കാണുന്നത്
യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. അതെ, ലോകത്തിലെല്ലാ മനുഷ്യർക്കും സന്തോഷം പകരുന്ന ഈ നല്ല സുദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യാശയുടെ കിരണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കട്ടെ. ഈസ്റ്ററുടെ എല്ലാ നന്മകളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, മാത്രമല്ല പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട് കുഴിമാടങ്ങളിൽ കഴിയുന്നത് പോലെ കഴിയുന്നവർക്ക്, കിടക്കകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന രോഗികൾക്ക്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട് ഈ ജീവിതത്തിൻ്റെ സർവ്വസന്തോഷം പോയവർക്ക് പ്രാർത്ഥനാപൂർവം ഈ ഈസ്റ്റർ ഏവർക്കും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ ഈ സമയത്ത് നേരുകയാണ്. ഈസ്റ്റർ ലോകത്തിലെ ഏവർക്കും പുതിയ പ്രതീക്ഷകൾ നൽകുന്ന അനുഭവമാണ്. പല അർത്ഥങ്ങൾ ഈസ്റ്ററിൽ, പല സന്ദേശങ്ങൾ ഈസ്റ്ററിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യമേ നാം ഓർക്കേണ്ടത് കല്ലറ ജീവൻ്റെ സാധ്യതയായി തീർന്നു എന്നതാണ്. ടോംബ് ബിക്കെയിം എ സിംബൽ ഓഫ് എറ്റേണൽ ലൈഫ്. മരണം അവിടെയാണ് അവസാനം എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യന് ഈസ്റ്റർ പറയുകയാണ്, അങ്ങനെയല്ല, മരണത്തിന് അപ്പുറത്ത് മറ്റൊരു സാധ്യത ഉണ്ട്. അത് യേശുവിലൂടെ സാധ്യമായി തീർന്നു എന്നത് ഈസ്റ്ററിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സംഗതിയാക്കുന്നു. അതുകൊണ്ട് ഈസ്റ്റർ നമ്മളോട് പറയുകയാണ്, ജീവൻ്റെ സാധ്യത ഈ ഈസ്റ്ററിൽ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. യേശു അതിൻ്റെ ഉദാഹരണമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെ ലോകത്തോടോട് പറയുകയാണ്, പുതിയൊരു പ്രത്യാശ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈസ്റ്റർ പറയുകയാണ്, നീ പ്രത്യാശയില്ലാതെ ജീവിക്കേണ്ടവരല്ല, അതിനപ്പുറത്തായി പ്രത്യാശയോടുകൂടെ ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു ജീവൻ്റെ സാധ്യത ഈസ്റ്റർ ലോകത്തിന് നൽകുകയാണ്. യേശുവിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നത്. ഏവർക്കും ഈ അവസരത്തിൽ ഞാൻ ഈസ്റ്റർ ആശംസകൾ പറയുന്നതോടൊപ്പം ഈ വലിയൊരു അനുഭവക്കാരായി തീരുവാനുള്ളതായ ഒരു ക്ഷണം കൂടെ നൽകുകയാണ്. യേശുവിൻ്റെ ഈ സാധ്യത എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആ വലിയ അനുഭവക്കാരായി തീരുവാൻ ഈ ഈസ്റ്റർ നമ്മെ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ പങ്കുകാരായി തീരുവാൻ ദൈവം നമ്മേവരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും സന്തോഷത്തിൻ്റെ ഈസ്റ്റർ. പാഴ്മളം തണ്ടിനെ മധുരസാന്ദ്രമായ സംഗീതത്തിൻ്റെ ഉറവിടമാക്കുന്നത് അതിലൂടെ ഒഴുകുന്ന ജീവനുള്ള ശ്വാസവും അതിൻ്റെ സുഷിരങ്ങളെ തഴുകുന്ന വിരൽ തുമ്പുകളുമാണ്. മൃദാനുഭവങ്ങളെ ചൈതന്യവത്താക്കുന്ന ആത്മാവിൻ്റെ സ്പർശനത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മുറിവുകൾ ജീവനുള്ള സംഗീതത്തിൻ്റെ ഉറവുകളാകട്ടെ. ഹിസ് വോയിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ജീവനുള്ള ദേവനേ വരൂ. ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ
my Savior, my God, lives and loves, and He is always there for us. May God's joyous presence fill you this Easter season. Please sit back and relax as you listen to heavenly inspired singers, His voice, sing the popular English hymn written by Aaron Schultz, My Savior, My God. Skilled to understand what God has willed, what God has planned. I only know at His right hand stands one who is my Savior. I take Him at His